ഹായ് സ്റ്റുഡൻസ്. സോ ഒന്ന് നമ്മൾ പുതിയൊരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ യൂണിറ്റിന്റെ പേര് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. അപ്പോൾ പറഞ്ഞു ഫസ്റ്റ് ഇതിലായി പാർട്ട്ണർഷിപ്പിൽ നമുക്ക് 4 യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിന് ഇല്ലാത്ത പോർഷനാണ്. സോ രണ്ടാമത്തെ യൂണിറ്റ് മുതലാണ് എക്സാമിനുള്ളത്, ബാക്കിയുള്ള 3 യൂണിറ്റ്സ്. സോ ഇത് മുതൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കും. നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് ഒരു പാർട്ട്ണറിനെ എങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് ഒരു പാർട്ട്ണർഷിപ്പിലോട്ട് ആഡ് ചെയ്യും. കാരണം നമ്മളൊരു ബിസിനസ് തുടങ്ങിയിട്ട് വീണ്ടും എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ പാർട്ട്ണറൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, സാക്രിഫൈസ് റേഷ്യോ. എന്താണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, സാക്രിഫൈസ് റേഷ്യോ? സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് അഫക്ട് ഗുഡ് വിൽ. ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗുഡ് വില്ലിന് എങ്ങനെയാണ് അത് അഫക്ട് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ. ഗുഡ് വിൽ എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും? ഡിസ്ക്രൈബ് ദ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ. ഗുഡ് വില്ലിനെ നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ടിങ്ങിൽ ട്രീറ്റ് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ദ നീഡ് ഓഫ് റിവാലുവേഷൻ ആൻഡ് റീഅസസ്മെന്റ് ഓഫ് ലയബിലിറ്റി. അസസ്മെന്റ് ഒക്കെ റിവാല്യൂ ചെയ്യുന്നതും അതുപോലെ തന്നെ ലയബിലിറ്റീസ് ഒക്കെ റിവാല്യൂ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്. ഇല്ലുസ്ട്രേറ്റ് ദ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് അറൈസിംഗ് ഫ്രം ദ റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീഅസസ്മെന്റ് ഓഫ് ലയബിലിറ്റി. അസറ്റ്സ് ലയബിലിറ്റീസിന്റെ ഒക്കെ എന്താ പറയാ, എങ്ങനെയാണ് അത് റിവാല്യൂ ചെയ്യുക അല്ലെങ്കിൽ ഇത് ചെയ്യാം. നമ്മളതിന്റെ വീണ്ടും റിവാലുവേറ്റ് ചെയ്യുന്ന എന്തിനാ വെച്ചാൽ ചിലപ്പോൾ ഈ അസറ്റിന്റെ ഒക്കെ പ്രൈസ് നമ്മൾ ചിലപ്പോൾ കൂടിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ട്ണർഷിപ്പിന്റെ പ്രൈസും ഒരുപാട് കൂടുതലായി. അപ്പൊ അതിനനുസരിച്ചാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ബിസിനസ് എത്രത്തോളം സ്ട്രോങ് ആണോ അതിനനുസരിച്ചാണ് പുതിയൊരാൾ വരുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരാൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അയാളേക്കൊന്നും നമ്മൾ എന്ത് മേടിക്കേണ്ടത്, പൈസ മേടിക്കേണ്ടത് അല്ലെങ്കിൽ ക്യാപിറ്റൽ മേടിക്കുന്നത്. ഡിസ്ക്രൈബ് ദ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് ഓർ റിസർവ്. ചിലപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ കുറെ പൈസ ഇറക്കുന്നുണ്ടാവും പ്രോഫിറ്റ് ആയിട്ടും റിസർവ് ഒക്കെ. സോ അതിനെങ്ങനെയാണ് ചോദിച്ചത്. എക്സ്പ്ലെയിൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് വേരിയസ് അഡ്ജസ്റ്റ്മെന്റ്. ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ എന്തൊക്കെയാണ്? പ്രിപ്പയർ ദ റിവാലുവേഷൻ ഓഫ് അക്കൗണ്ട്സ് പാർട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് ലെങ്തിയാണ്, ബോറിംഗ്. ഓക്കെ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ടഫസ്റ്റ്, നമ്മൾ ഇത്രയും പഠിക്കുന്നതിൽ ഏറ്റവും ടഫ് ഏരിയയാണ് പാർട്ട്ണർഷിപ്പ്. ബാക്കി ഇനിയിപ്പോൾ കമ്പനി പഠിക്കുന്നുണ്ട്, കമ്പനി ഒന്നുകൂടെ കമ്പാരിറ്റീവ് സിമ്പിളാണ്. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, ഈച്ച് ആൻഡ് എവറി സെക്ഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടാകും. ഫസ്റ്റ് വണ്ണാണ് എന്ത് മീനിങ്. എന്താണ് ഒരു അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ? എ പാർട്ട്ണർഷിപ്പ് മേ ടേക്ക് അപ്പ് എക്സ്റ്റൻഷൻ ഓർ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് എ ബിസിനസ് ഇൻ കേസ് മേ നീഡ് ടു മാനേജ് ഹെൽപ്പ് അഡീഷണൽ ക്യാപിറ്റൽ. ചിലപ്പോൾ ഒന്നല്ലെങ്കിൽ മാനേജർ ഹെൽപ്പ് ഇതൊക്കെ കൊണ്ടുനടക്കാൻ ഒരാൾ, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് വീണ്ടും നമുക്ക് ക്യാപിറ്റൽ ആവശ്യമുണ്ട്. അങ്ങനത്തെ സമയത്ത് എന്ത് ചെയ്യാം, വേറൊരാളും കൂടി പാർട്ട്ണർഷിപ്പിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ സപ്പോസ് രണ്ടാൾ വെച്ചിട്ടാണ് ഒരു ബിസിനസ് തുടങ്ങിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി എന്ത്, നമ്മളെ കൊണ്ട് രണ്ടാളും പാടെ അത് കൂട്ടിയേ കൂടില്ല, നമുക്ക് ഒരാളോട് കൂട്ടാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനാണ് അഡ്മിഷൻ ചെയ്യുന്നത്. പാർട്ണർഷിപ്പ് ആക്ടിൽ എന്താ പറയുന്നത്? എ പേഴ്സൺ ക്യാൻ അഡ്മിറ്റഡ് ഇൻ ടു പാർട്ണർഷിപ്പ് ഓൺലി വെൻ ദ കൺസെന്റ് ഓഫ് all the existing partners. ഓക്കെ, ഇവിടെ എല്ലാവരും സമ്മതിച്ചാലും, ഇപ്പോൾ നമ്മളൊരു 5 ആളാണ് ഒരു പാർട്ണർഷിപ്പ് എന്ന് വിചാരിക്കും. ഇതിൽ എല്ലാവരും സമ്മതിച്ചാൽ മാത്രമേ 5 ആൾ സമ്മതിച്ചാൽ മാത്രമേ 6ാമത് ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ പാർട്ണർഷിപ്പിലേക്ക് കൊണ്ടുവരാം. അഡ്മിഷൻ ഓഫ് പാർട്ണർ, ന്യൂ പാർട്ണർ, ദ ഫോളോയിങ് അഡ്ജസ്റ്റ്മെന്റ് വിൽ നെസസറി. താഴെ പറയുന്നതൊക്കെ എന്താണ് നിർബന്ധം. ഒന്ന്, അഡ്ജസ്റ്റ്മെന്റ് ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതായത് ഫസ്റ്റ് ഉള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല. കാരണം പുതിയൊരാളൂടെ വന്നു, അപ്പോൾ അതിനനുസരിച്ച് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറും. ഗുഡ് വില്ല് എങ്ങനെയാണ്? ഗുഡ് വില്ല് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ലുലു എന്ന് പറയുന്നടാ, ലുലുവിന് ഒരു ആളുകളുടെ ഒരു നല്ല ഒരു തിങ് ഇല്ല, എന്താ പറയാ, നല്ലൊരു വിശ്വാസമല്ലേ. ഓക്കെ, ആ വിശ്വാസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗുഡ് വില്ല്. ആ ഗുഡ് വില്ല് നമ്മുടെ ഒരു അസറ്റാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ടാഞ്ചിബിൾ അസറ്റും ഇൻടാഞ്ചിബിൾ അസറ്റും. അതിൽ ഇൻടാഞ്ചിബിൾ അസറ്റിന് ഒരു എക്സാമ്പിൾ ആണ് ഗുഡ് വില്ല്. പിന്നെ അഡ്ജസ്റ്റ്മെന്റ്സ് ഓഫ് റിവാലുവേഷൻ ആൻഡ് റീഅസസ്മെന്റ് ഓഫ് ലയബിലിറ്റി. യെസ്, നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരാളെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് എത്ര അസറ്റ്, നമ്മുടെ സമ്പാദ്യം, അസറ്റ് എന്ന് അറിയാലോ ബാലൻസ് ഷീറ്റിന്റെ ഒരു സൈഡ്. പിന്നെ ലയബിലിറ്റീസ്, നമ്മൾ കൊടുക്കാനുള്ളതിൻ്റെയൊക്കെ എന്താണ് അതിൻ്റെ ആവശ്യം, അതൊക്കെ ഒന്നുകൂടെ റിവാല്യൂ ചെയ്തിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ അയാൾ എത്ര കൊണ്ടുവരുന്നത് നോക്കാം. അപ്പോൾ ഈ കാര്യം നോക്കാം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് റിസർവ്. നമ്മുടെ അടുത്ത് ഇപ്പോൾ എത്ര റിസർവ് ആണോ പ്രോഫിറ്റ് ഒക്കെ ഉള്ളത്, അതൊക്കെ ആദ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, എന്നിട്ട് നമ്മളൊരു പാർട്ണറെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അഡ്മെന്റ് ഓഫ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ നോക്കണം ഇപ്പോൾ ഓരോന്നും എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ്, അഡ്ജസ്റ്റ്മെന്റ്സ് ഇൻ ദ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ? അപ്പോൾ അതിൽ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ, ഒരാൾ പാർട്ണറായിട്ട് വരികയാണ്. ഇപ്പോൾ 2 ആളുണ്ടായിരുന്നെന്ന് വിചാരിച്ചു.
അപ്പോൾ വേറെ ഒരാൾ പറഞ്ഞു ദ എക്സിസ്റ്റിംഗ് പീപ്പിൾ ഹാവ് ടു സറണ്ടർ സം ദർ ഷെയർ ഇൻ ഫേവർ ഓഫ് ദി ന്യൂ പാർട്ണർ അല്ലേ. അപ്പോൾ ഇപ്പോൾ രണ്ടാളാണ് അതിലോട്ട് ഒരു പാർട്ണറോട് വരുന്നത്. ഈ ആൾറെഡി ഉള്ളത് ചിലപ്പോൾ 50-50 റേഷ്യോ വരും. സോ അവരൊരു പെർസെൻറ്റേജ് ആർക്ക് കൊടുക്കേണ്ടി വരും? പുതിയ ആൾക്ക് രണ്ടാളും കൊടുക്കേണ്ടി വരും. അപ്പോൾ രണ്ടാളേക്കൊന്നും ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു പോർഷൻ മറ്റേ ആളിലേക്ക് പുതിയ വരുന്ന ആളിലോട്ട് കിട്ടല്ലേ, ഷെയർ പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ബിസിനസ്സിൻ്റെ ഭാഗം. അതിനെയാണ് എത്രയാണ് അപ്പോൾ പുതിയ ആൾക്ക് കൊടുക്കുന്നത് അതിനെ പറയുന്ന പേരാണ് സാക്രിഫൈസിങ് റേറ്റ്. സാക്രിഫൈസ് ആണ് എന്താ, സഹിക്കുക. അപ്പോൾ പഴയ പാർട്ട്നേഴ്സ് സഹിച്ചിട്ടാണ് മറ്റേ ആൾക്ക് കൊടുക്കുന്നത്, മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് രണ്ടാൾക്കാരുണ്ടായി, എയും ബിയും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. രണ്ടാൾക്കും 50% പാർട്ട്ണർഷിപ്പ് ആയിരുന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ വേറെ ഒരാൾ വന്നു, സി എന്ന് പറഞ്ഞ ഒരാൾ. അപ്പോൾ എ ബി സി മൂന്നാളായില്ലേ? യെസ്. അപ്പോൾ നോക്കിക്കോ, ഇവർ മൂന്നും ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വിചാരിച്ചത്. അപ്പോൾ എത്രയാണ് ഓരോരുത്തരും കിട്ടുന്നത്? 33.33%, 33.33%. കൗണ്ട് ചെയ്ത് കാണുക 33% എന്ന് പറയാം. അപ്പോൾ നോക്കണം, ഈ എ എന്ന് പറഞ്ഞ ആളെ ഇപ്പോൾ സിക്ക് 33% അധികം കിട്ടി. അതൊരു ഷെയർ ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പ്രോഫിറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇയാളോട് ആഡ് ചെയ്തപ്പോൾ ഇയാൾക്ക് അവിടെ പ്രോഫിറ്റ് റൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ 50% നിന്നും 33%, അതായത് 17% കുറഞ്ഞ ആളുടെ എന്ത്, നമ്മുടെ അയാളുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 50 നിന്ന് 33 വന്നു. അപ്പോൾ അയാൾ ശരിക്കും ഈ 17% അയാൾ സാക്രിഫൈ ചെയ്തതല്ലേ, അയാൾ സഹിച്ചതല്ലേ, അതിനാണ് സാക്രിഫൈ ചെയ്തത്. സാക്രിഫൈസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? എക്സിസ്റ്റിംഗ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഓക്കെ, എക്സിസ്റ്റിംഗ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ എന്നാണ് ഇക്വേഷൻ. വേറൊരു എക്സാമ്പിളോട് ഞാൻ പറഞ്ഞത് ഇതുപോലെ തന്നെ എ ബി സി അല്ലെങ്കിൽ എ ബി സി ആദ്യം തന്നെ മൂന്നാളുണ്ടെന്ന് വിചാരിച്ചു. എ ബി സി എല്ലാവരും ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. പ്രോഫിറ്റ് 1/3 1/3 ആണ് മൂന്നിലൊന്ന്, എല്ലാവർക്കും മൂന്നിലൊന്ന് വെക്കും. അങ്ങനെ എല്ലാവർക്കും അവിടെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. വേറെ ഒരാളോട് വന്നു, ഡി എന്ന് പറഞ്ഞ ഒരാൾ. സോ അയാൾ എ ബി സി ഡി എന്നായി. സോ അപ്പോഴും അവർ തീരുമാനിച്ചു എല്ലാവർക്കും ഈക്വൽ ആണ്. 1/4 1/4 1/4 1/4. അങ്ങനെയാണെങ്കിൽ നോക്കടാ, എയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1/3 നിന്നും 1/4 മാറി. അപ്പൊ ആദ്യം എത്ര കിട്ടുമായിരുന്നു? 3ൽ 1 ഭാഗം കിട്ടുമായിരുന്നു. അപ്പൊ 4ൽ 1 ഭാഗം കിട്ടും. അങ്ങനെ വെച്ചാൽ ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ എത്രയെന്ന് അറിയോ? 1/3 മൈനസ് 1/4 ആണ്. നിങ്ങൾക്ക് മൈനസ് ചെയ്യാൻ അറിയോ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 1 into 4 4 മൈനസ് 1 into 3 3 ഡിവൈഡ് ബൈ 3 into 4 12. അതായത് മൈനസ് ചെയ്യുമ്പോൾ 4 മൈനസ് 3 1 വരും. അതായത് 1/12 ആര് സാക്രിഫൈസ് ചെയ്ത് കൊടുത്തു? എന്ത് ചെയ്തു? ഡി എന്ന് പറഞ്ഞ ഒരാളെ ആഡ് ചെയ്യാൻ വേണ്ടി സാക്രിഫൈസ് ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് സാക്രിഫൈസിങ് റേഷ്യോ കാണുന്നത്. In illustration, only the new partners shares given. ഈ സാക്രിഫൈസ് എല്ലാവരുടെയും സാക്രിഫൈസ് റേഷ്യോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ പാർട്ണറുടെ പുതിയ റേഷ്യോ നമുക്ക് ഇല്ലുസ്ട്രേഷൻ 1 ഒന്നുകൂടെ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. ദീപക് ആൻഡ് വിവേക് ആർ പാർട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ് റേഷ്യോ 3:6. അതായത് ദീപക്കും ഉണ്ട്, ദീപകിനെ നമുക്ക് ഡി എന്ന് വിളിക്കാം, വിവേകിനെ നമുക്ക് വി എന്ന് വിളിക്കാം. ഇവർ തമ്മിൽ ഏത് റേഷ്യോയിലാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്? 3:2. അതായത് 5 രൂപ കിട്ടിയാൽ 3 രൂപ ദീപകിനും 2 രൂപ വിവേകിനും. അതായത് ദീപകിന് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാച്ചാൽ 3/5 എന്ന് പറയാം. അതായത് 5 രൂപ കിട്ടിയാൽ 3 രൂപ ദീപകിന് കിട്ടും, വിവേകിന് എത്ര കിട്ടും? 2/5. ദേ അഡ്മിറ്റ് ആഷു എന്ന് പറഞ്ഞ ഒരാളെ എന്ത് ചെയ്തു? പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്തു ഫോർ 1/5 റേഷ്യോ. അപ്പൊ ഇതാണ് ആദ്യത്തെ കഥ. ഇനി ഇവരും അഡ്മിറ്റ് ചെയ്യണം ഒരാളെ, ദീപക്, വിവേക്, പിന്നെ ഇപ്പോൾ പുതിയ വന്ന ആള് ആഷു. ആഷുവിന് എത്ര പ്രോഫിറ്റ്? 1/5. കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് ദ സാക്രിഫൈസ് റേഷ്യോ. എങ്ങനെയാണ് പിന്നെ? അപ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ ഈ 3/5 2/5 ഒക്കെ പിന്നെ കിട്ടും, ഇല്ല വേറെ ഒരാളോട് വന്നില്ല. അപ്പൊ അയാളുടെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ആകുന്നത്? അത് ന്യൂ പാർട്ണേഴ്സ് ഷെയർ എത്ര? 1/5. 5/1 പുതിയ ഒരു പാർട്ണർ നമ്മൾ അഡ്മിറ്റ് ചെയ്തത്. റിമൈനിങ് ഷെയർ എത്ര ഉണ്ടാവും അല്ലേ? ഫുൾ ഷെയർ എന്ന് പറഞ്ഞാൽ 1, അതായത് ആ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫുൾ. ഇപ്പൊ റിമൈനിങ് ഷെയർ എന്ന് പറഞ്ഞാൽ 1/5 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 4/5 കിട്ടും. ഇതാണ് റിമൈനിങ് ഷെയർ. അതായത്
ദീപകിന്റെയും പ്ലസ് വിവേകിന്റെയും ഷെയർ ആണെന്ത് 4/5. ഈ 4/5 ഈ 4/5 ആണ് ആകെ ഉള്ളത്. ഈ 4/5 മറ്റേത് പുതിയ വന്ന ആളുടെ ഒഴിച്ചിട്ട് ബാക്കി 4/5 ഉണ്ട്. ഈ 4/5ന്റെ 3/5 ആരുടേതായിരിക്കും? നമ്മുടെ ദീപകിന്റെ ആയിരിക്കും. കണ്ടോ? ഇവിടെ ദീപക് ന്യൂസ് ഇത് കുറച്ച് കണക്കാണെന്നുണ്ടെങ്കിൽ ഇത് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം എന്താ വെച്ചാല് ഉണ്ടോ, അതായത് 4/5 ആണ് ഉള്ളത്. ഞാൻ പിന്നെ ഫ്രം ദ ബിഗിനിങ് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ഈസ് ടു ലെങ്ത്. ഓക്കെ, അപ്പൊ ദീപക് ന്യൂ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? പുതിയ വന്ന ആൾക്ക് ഈ ഇപ്പോഴത്തെ ഉള്ള ബിസിനസിന്റെ 5/1 കൊടുത്തു. അതാണ് ഈ 1/5. ബാക്കി 5ൽ 4 ഭാഗം ആരുടേതൊക്കെ? ദീപകിന്റെയും വിവേകിന്റെ. അപ്പൊ ഈ 4ൽ 5 ഭാഗിനെ വീണ്ടും നമ്മൾ അവർ ഏത് ഷെയറിലാണ് ഇതുവരെയും എടുത്തോണ്ടിരുന്നത്? 3/5 2/5 ആയിട്ട്. അപ്പൊ ഈ 4/5 ഇപ്പൊ കയ്യിലുള്ളത് ഫസ്റ്റത്തെ ഈ പുതിയ നാള് സി എന്ന് പറഞ്ഞത് അഷു എന്ന് പറഞ്ഞ ആൾക്ക് കൊടുത്തു 1/5. ബാക്കിയുള്ളത് 4/5 ആണ്. ഈ 4/5ന്റെ 3/5 ആർക്ക് കിട്ടും? ദീപകിന് കിട്ടും. അതാണ് 3/5 × 4/5. അത് രണ്ടും പാടെ ഇൻഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. 3/5 × 4/5. 3 × 4 12, 5 × 5 12, 25. അതാണ് ഇവിടെ 12/25. ഇനി വിവേകിന്റെ ഷെയറോ 8/25. അനൂഷിന്റെ ഷെയറോ 1/5. അപ്പൊ ഇതാണ് എന്ത് ഇവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. ഓക്കെ, ഒന്നുകൂടെ ഇതിനെ വ്യക്തമാക്കി പറയാച്ചാല് ഒരാളുടെ ദീപകിന്റെ 12/25, വിവേകിന്റെ 8/25, ലാസ്റ്റ് ഒന്നാളുടെ 1/25, 1/5. ഇതിന് വേണമെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാം 25ലോട്ട്. ബോത്ത് നോമിനേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ചെയ്താൽ 5/25. അതായത് 3 റേഷ്യോ എന്ന് പറയുന്നത് 5/25, 8/25, 12/25. ഇതാണ് റേഷ്യോ. കണ്ടോ? 12 + 8 20, 20 + 5 20. കണ്ടോ? അങ്ങനെ ആ ഫുൾ റേഷ്യോ. അപ്പൊ ഇതായിരിക്കും എന്ത് അവരുടെ ഈ പുതിയ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ ഒന്നുകൂടെ സിംപ്ലിഫൈ ആണെങ്കിൽ ഇവരുടെ റേഷ്യോ 12:8:5 ആയിരിക്കും ഇവരുടെ ന്യൂ എന്ത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഉണ്ടോ? അതാണ് അവരിവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, ഇതിനെ കുറച്ച് മാത്സ് തന്നിട്ടുണ്ടെങ്കിൽ വെരി വെരി ഡിഫിക്കൽട്ട് ഉണ്ട്. അപ്പൊ ദീപക് സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത് എന്താ? സാക്രിഫൈസ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ ആണ് എക്സിസ്റ്റിംഗ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അപ്പൊ ദീപകിന്റെ സാക്രിഫൈസ് റേഷ്യോ എന്താണ്? ദീപകിന് ആദ്യം എത്ര ഉണ്ടായിരുന്നു? 3/5 ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എത്ര ഉള്ളൂ? 12/25. ഇത് അവര് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ദീപകിന്റെ എത്തും. എങ്ങനെ മൈനസ് ചെയ്യാം? 3 × 25 75 മൈനസ് 12 × 5 50 ഡിവൈഡ് ബൈ 5 × 125. ഓക്കെ, മൈനസ് ചെയ്യുമ്പോൾ 75 മൈനസ് 50 15, 15/125. പിന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 കൊണ്ട് കട്ട് ചെയ്യാം. 3/25. അതാണ് എന്ത് സാക്രിഫൈ റേഷ്യോ ഓഫ്. ഇത് രണ്ടും ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി. അതാണ് സാക്രിഫൈ റേഷ്യോ ഓഫ് 3/25. വിവേക് സാക്രിഫൈ ചെയ്തോ 2/25. അപ്പൊ സാക്രിഫൈ റേഷ്യോ ഇതിൽ തന്നെയാണ് 3:2 തന്നെ. അതായത് എക്സസീവ് ക്യാപിറ്റൽ റേഷ്യോ മൈനസ് എത്രയാണ് അവർക്ക് പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് സാക്രിഫൈ റേഷ്യോ. ഇനി ഇൻ കേസ് ഓഫ് the new profit sharing ratio of existing partner is to be ascertained after deducting the sacrifice share agreed to share. It means incoming partners has purchased some share profit in the particular ratio of the existing partner. Okay, അതായത് നോക്കണം, in new partner purchase his or share of profit of existing partners in the partnership. അവിടെ പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ ശരിക്കും എന്താ സംഭവിക്കുന്നത്? ആൾറെഡി ഉള്ള ഒരാളുടെ ഷെയർ കുറച്ച് പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ അയാളുടെ കുറച്ച് വാങ്ങണം. ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യും? അപ്പൊ അത്രയും വാങ്ങിയിട്ട് ബാക്കിയുള്ളത് പിന്നെ അവരുടെ പ്രോഫിറ്റ് ചെയ്യും. കാരണം പുതിയ ആൾ ക്യാപിറ്റലോടെ അല്ലേ വരുന്നത്. അപ്പൊ ക്യാപിറ്റൽ കൊണ്ടുപോയി കൂടുമ്പോൾ ബിസിനസ് അതിനനുസരിച്ച് ഗ്രോണ്ട് ആയിപ്പോയി. അവിടെ നഷ്ടം വരും. ഇനി ഇല്ലുസ്ട്രേഷൻ 2 നോക്കേ. നേഹ ആൻഡ് പ്രദീപ് ആ പാർട്ട്നേഴ്സ് ആണ്. ഷെയറിംഗ് പ്രോഫിറ്റ് 5:3. ഈ റേഷ്യോയിലാണ് അവർ എന്ത് ചെയ്യുന്നത്? ഷെയർ ചെയ്യുന്നത്. ദേ അഡ്മിറ്റ് നിഷ പാർട്ണർ 1/6. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ റേഷ്യോ എന്താ?
5:3 ആണ്. അതായത് 5/8 അല്ലേ, 8ൽ 5 ഭാഗം. ഇതുണ്ട് 5ഉം 3ഉം ആഡ് ചെയ്യുമ്പോൾ 8. അതിൽ 8 ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ 8ൽ 5 ഭാഗം ആർക്ക് കിട്ടും? നേഹക്ക് കിട്ടും. അതുപോലെ തന്നെ പാർത്തീക്കിന് 3/8 കിട്ടും. ഓക്കെ, ഇതാണ് അതിന്റെ ഷെയർ. ഇനി ഷീ അക്വയേഴ്സ് ഹിസ് ഷെയർ ആസ് ഫ്രം നേഹ 1/8 ആൻഡ് 1/24 ഫ്രം പ്രതീക്. അതായത് ഇവരെ ഉണ്ടാക്കുന്ന ഒരു സാക്രിഫൈസ് ചെയ്ത് ഇതുണ്ടോ 1/8 പോർഷൻ പ്രോഫിറ്റ് എവിടുന്ന് മേടിച്ചു? നേഹന്റെയൊക്കെ മേടിച്ചു. ഇതല്ല നേഹ സാക്രിഫൈ ചെയ്തത്. അതായത് നേഹ പുതിയ ആൾക്കാരിലെ നിഷ്ക്ക് എത്ര കൊടുത്തു? 1/8 കൊടുത്തു. മറ്റാൾ എത്ര കൊടുത്തു? 1/24 കൊടുത്തു. ആര്? പ്രതീക്. ഓട്ടോമാറ്റിക്കലി നേഹയുടെ പ്രോഫിറ്റ് ഷെയറിങ് കുറയും. അത് ആദ്യം 5/8 ഉണ്ടായിരുന്നു, അതിൽ 1/8 എന്ത് ചെയ്തു? കൊടുത്തു. അപ്പൊ ന്യൂ ഷെയർ റേഷ്യോ എന്തായിരിക്കും? നമ്മൾ മൈനസ് ചെയ്യാം. 5/8 മൈനസ് 1/8 എത്ര വരും? 4/8. ഇപ്പൊ നേഹയുടെ പുതിയ, അതായത് ഈ പുതിയ ഒരാളെ കൂടി പുതിയ ഒരാളുകൂടി അഡ്മിറ്റ് ചെയ്തപ്പോ നേഹയുടെ, അതായത് ഇപ്പോ നിഷ വന്നപ്പോ നേഹയുടെ പ്രോഫിറ്റ് റേഷ്യോ എത്രയായി? 4/8. ഇതേപോലെ പ്രതീകിന്റെ മാറിയിട്ടുണ്ടാവും. പ്രതീകിന്റെ എത്ര മാറിയിട്ടുണ്ടാവും? 3/8 ആദ്യം ഉണ്ടായിരുന്നു. ആ 3/8ൽ നിന്നും എത്ര കുറച്ചു? 1/24 കുറഞ്ഞു. അത്രയും കൊടുത്തു എന്നാ പറഞ്ഞ ആർക്ക്? പുതിയ വന്നുള്ള ആൾക്ക്. അപ്പൊ നമ്മുടെ 3 × 24 എത്ര വരും? 72 മൈനസ് 1 × 8 ഡിവൈഡഡ് ബൈ 8 × 24. 8 × 20 എത്ര? 192 മൈനസ് ചെയ്യുമ്പോൾ 72 മൈനസ് 8 ഇത് ചെയ്യുമ്പോൾ 64 ഡിവൈഡഡ് ബൈ 192. ഇനി വേണമെങ്കിൽ 3 സിംപ്ലിഫൈ ചെയ്യാം. 8 കൊണ്ട് കട്ട് ചെയ്യാൻ തോന്നുന്നു. അപ്പൊ 24 8 വരും. ഇതിന് ഒന്നുകൂടെ സിംപ്ലിഫൈ ആണെങ്കിൽ 1/3 വരും. അതായത് എത്രയായിട്ട് മാറി? നമ്മുടെ പ്രതീകിന്റെ പ്രോഫിറ്റ് ഷെയർ 3/8 ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഏതിലോട്ട് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി അത് 1/3 ആയിട്ട് മാറി. അത് ഇപ്പോഴത്തെ റേഷ്യോ ഒരാളത് 4/8, മറ്റാളത് 1/3. ഇനി പുതിയ വന്ന ആളെ പേരെന്തായിരുന്നു? നിഷയുടെ ന്യൂ ഷെയർ ഏതാ? നമുക്ക് ഇവിടെ ഒന്ന് കാൽക്കുലേഷൻ ഒന്ന് ജസ്റ്റ് നോക്കാം. നേഹയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് ഉണ്ടോ 4/8 ഉണ്ടോ 4/8, അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടെ ഡിനോമിനേറ്റർ 24 12/24. ഇനി പ്രതീകിന്റെ ന്യൂ ഷെയറോ 3/8 1/4 8/24. നമുക്ക് കണ്ടോ ഇവിടെ 8/24 കിട്ടിയില്ലേ? പിന്നെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ 1/8 അല്ലെങ്കിൽ 8/24 അവിടെ നിർത്താം. ഇനി നിഷയുടെ ഷെയർ എന്തായിരുന്നു? പുതിയ വന്ന ആളുടെ ഷെയർ നേഹ 1/8 കൊടുത്തു, പ്ലസ് പ്രതീക് എത്രയും കൊടുത്തു? 1/24 കൊടുത്തു. അപ്പൊ രണ്ടും പാടെ ആഡ് ചെയ്തായിരിക്കും അയാളുടെ പ്രോഫിറ്റ് എത്ര വരും? 24 + 8 ഡിവൈഡഡ് ബൈ 192. ഓക്കെ, എത്ര വരും? 32/192. 24 32 എത്ര ഉണ്ട്? 4/24 എന്ന് വരും. മനസ്സിലായോ? ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4/24. അത് രണ്ടും പാടെ ആഡ് ചെയ്യുന്നു. അഡീഷൻ നിങ്ങൾക്ക് അറിയോ? എനിക്കറിയില്ല. സോ അഡീഷൻ ഫ്രാക്ഷൻസ് തമ്മിലുള്ള അഡീഷൻ നമ്മൾ ജസ്റ്റ് ഒരു പറഞ്ഞുതരാം എങ്ങനെ ആഡ് ചെയ്യാം. ഇപ്പോൾ 1/2 + 1/3 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആഡ് ചെയ്യാം? ആദ്യം 1 × 3 ചെയ്യാം. 3 പ്ലസ് ഇവിടെ പ്ലസ് ആൻഡ് പ്ലസ്, പിന്നെ 1 × 2 ചെയ്യാം. 2 പിന്നെ ഡിനോമിനേറ്റർ തമ്മിൽ ചെയ്യാം. 2 × 3 5/6. ഇങ്ങനെയാണ് ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ ഇതേപോലെ ആഡ് ചെയ്തതാണ്, അങ്ങനെ ആഡ് ചെയ്ത് കിട്ടിയതാണ് ഇത്. അതിനെ വെച്ചാൽ ഇവരുടെ ഇപ്പോൾ റേഷ്യോ എത്ര? 12 ഇപ്പോൾ ആദ്യത്തെ ആളുടെ 12/25, 24 8/24 4/24. അപ്പൊ നമുക്ക് അവരുടെ റേഷ്യോ ഏത് റേഷ്യോയിലാന്ന് പറയാം? 12:8:4. അതായത് അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 3:2:1 എന്നുള്ള റേഷ്യോയിലാണ് അവരുടെ എന്ത് നടക്കുന്നത്? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നടക്കുന്നത്. ഇനി വേറൊരു ടോപ്പിക്കാണ് എക്സിസ്റ്റിംഗ് പാർട്ട്ണർ. ആൾറെഡി ഉള്ള ഒരു പാർട്ട്ണർ സറണ്ടർ എ പെർട്ടിക്കുലർ പോർഷൻ ഓഫ് ദെയർ ഷെയർ ഇൻ ഫേവർ ഓഫ് ന്യൂ പാർട്ട്ണർ. ഈ ന്യൂ പാർട്ട്ണർക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്ത് ഒരു അഡ്മിഷനിൽ പോസിബിലിറ്റീസ് ഉള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു പുതിയ ആൾക്ക് നമ്മളൊരു ഷെയർ ആണ് കൊടുത്തു 1/5.
എന്നിട്ട് ബാക്കിയുള്ളത് മറ്റാൾ രണ്ടാളും എടുത്തു. ഇനി രണ്ടാമത്തെ കേസിൽ എന്താ പറഞ്ഞത്, പുതിയ ആൾക്ക് ഓരോരുത്തരും ഓരോ പ്രോഫിറ്റ് ഷെയറിങ് കൊടുത്തു. എന്നിട്ട് നമ്മൾ റീകാൽക്കുലേറ്റ് ചെയ്തു അവരുടെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ. ഇനി മൂന്നാമത്തതാണ് എക്സിസ്റ്റിംഗ് പേഴ്സൺ സറണ്ടർ എ പെർട്ടിക്കുലർ പോർഷൻ ഓഫ് ദെയർ ഷെയർ ഇൻ ഫോർ ഓഫ് ന്യൂ പാർട്ണർ. ന്യൂ പാർട്ണർക്ക് എന്ത് ചെയ്തു, ഓരോരുത്തരും സറണ്ടർ ചെയ്ത് കൊടുക്കും. ഇൻവെസ്റ്റേഷൻ 3 നമുക്ക് വായിക്കും. ഹിം ആൻഡ് രാജ് ഷെയർഡ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 5:3. ഈ റേഷ്യോയിലാണ് എന്ത് ചെയ്യുന്നത്, അവർ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. ജോളി വാസ് അഡ്മിറ്റഡ് ആസ് എ പാർട്ണർ. ഹിം സറണ്ടർ 1/5 ഓഫ് ദി ഷെയർ. ഹിം എന്ത് ചെയ്തു, 1/5 എന്ത് ചെയ്തു, കൊടുക്കാൻ തീരുമാനിച്ചു. രാജോ 1/3 കൊടുക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ഇൻ ഫേവർ ഓഫ് ജോളി. കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയർ. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന ഇവർക്ക് എത്രയായിരുന്നു, ഹിമ്മിന് എത്ര ഉണ്ട്, 5/8 ഉണ്ട്. റായ്ക്ക് എത്ര ഉണ്ട്, 3/8 ഉണ്ട്. രണ്ടാളും 1/5 കൊടുത്തു. ഒരാൾ 1/5 കൊടുത്തു, ഒരാൾ 1/3 കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും പുതിയ ആളുടെ ഷെയറിംഗ് റേഷ്യോ എന്നുള്ളത്. അപ്പോ ആദ്യം നമ്മൾ സാക്രിഫൈ റേഷ്യോ ആണ് നോക്കിക്കോ. ഹിമ്മ് റായ് ഹിമ്മിന്റെ ഇപ്പോഴത്തെ റേഷ്യോ എത്ര, 5/8. അതായത് 8 രൂപ കിട്ടിയാണ് 5:3. അതായത് 8 രൂപ കിട്ടിയ 5 രൂപ ഹിമ്മിന് കിട്ടും. ഹിം എന്ത് ചെയ്തു, ഹിമ്മിന്റെ 1/5, ഹിമ്മിന്റെ ഷെയറിന്റെ 1/5 5-1 കൊടുത്തു. അതായത് അത് എത്രയായിരിക്കും, 5/8 ഇൻറ്റു 1/5. അതായത് 5 കട്ട് ചെയ്യുമ്പോൾ അതായത് 1/8 കൊടുത്തു ആർക്ക്, ജോളിക്ക്. ഇതാണ് ഹിമ്മ് ജോളിക്ക് കൊടുത്തത് കേട്ടോ. ജോളി അല്ല പുതിയ കൊടുക്കുന്നത്, ജോളി. ഇനി അതുപോലെ തന്നെ റായ് ഉണ്ട്. റായ് എത്ര കൊടുത്തത്, റായ്ക്ക് ഇപ്പൊ എത്ര കിട്ടുന്നത്, 3/8. അതാണല്ലോ ഇപ്പോഴത്തെ റേഷ്യോ. റായ് എന്ത് ചെയ്തു എന്നറിയോ, 1/3. റായ് അല്ല രാജ്, സോറി, രാജ് 1/3 ഓഫ് ദി ഷെയർ ഇൻ ഫേവർ ഓഫ് ജോലിക്ക് കൊടുത്തു. അതായത് 3/8ന്റെ 1/3, അതായത് 1/3 എത്ര വരും, 3 കട്ടം 1/8. അതായത് 1/8 ആർക്കും കൊടുത്തു, ജോലിക്കും കൊടുത്തു. ആര്, രാജ്. അപ്പോൾ ഹിമ്മും 1/8 കൊടുത്തു, ജോളി രാജ് 1/8 കൊടുത്തു. അങ്ങനെ വെച്ചാൽ ജോളിക്ക് ടോട്ടൽ എത്ര കിട്ടി, ഒരാൾ 1/8 പ്ലസ് 1/8, ടോട്ടൽ എത്ര കിട്ടി, 2/8 കിട്ടി. ആണല്ലോ. ഇനി അപ്പൊ ബാക്കി ഇനി എത്ര ഉണ്ടോ, രാജിന്റെ അടുത്ത് ആദ്യം എത്ര ഉണ്ടായിരുന്നു, 3/8 ഉണ്ടായിരുന്നു. അതിന് 1/8 കൊടുത്തു. അപ്പൊ 1/8 കൊടുത്തു, ഇനിയിപ്പോ 2/8 ബാക്കി ഉണ്ടാവും രാജിന്റെ അടുത്ത്. ഇനി ഹിമ്മിന്റെ അടുത്തോ 5/8 ഉണ്ടായിരുന്നു ആദ്യം, അതിന് 1/8 കൊടുത്തു. 1/8 കൊടുത്തു 4/8 ഉണ്ടാവും. അപ്പൊ എല്ലാവരും കിട്ടിയില്ല. ഹിമ്മിന് ഇനിയിപ്പോ എത്ര ഷെയർ ഉണ്ട്, പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 4/8, രാജിന് 3/8, ജോളിക്ക് 2/8. എന്നുവെച്ചാൽ അവർ തമ്മിലുള്ള റേഷ്യോ എന്തായിരുന്നു, 4/8, 2/8, 2/8 ആയിരിക്കും. എല്ലായിടത്തും 8 ആൻഡ് 8 കട്ടാവും. 4:2:2. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ആണെങ്കിൽ 2:1:. ഇതാണ് അവർ തമ്മിലുള്ള ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. അതേ കഥയാണ് അവിടെയും പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹിമ്മ് കൊടുത്തത് 1/8, രാജ് കൊടുത്തത് 1/8. ഹിമ്മിന്റെ ന്യൂ ഷെയർ ആൾറെഡി ഉണ്ടായിരുന്നത് 5/8, അതിന് 1/8 കൊടുത്ത് 4/8. രാജിന് 3/8 ഉണ്ടായിരുന്നു, അതിന് 1/8 കൊടുത്തു, ഇപ്പോൾ 2/8 ആയി. ജോളിക്ക് രണ്ടാൾ 1/8 വെച്ച് കൊടുത്ത് 2/8 ആയി. എന്നിട്ട് അതിന്റെ റേഷ്യോ എത്രയും. ഇനി അപ്പൊ അങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റങ്ങൾ. ഇനി നമ്മൾ അടുത്തൊരു പോയിന്റിലോട്ട് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഇവരിപ്പോ ഒരു പാർട്ട്ണർഷിപ്പിൽ നമ്മൾ പുതിയതായിട്ട് ഒരാൾ എടുക്കുമ്പോൾ ഇവർ ആൾറെഡി ഇത്രയും കാലം ബിസിനസ് നടത്തുന്നത്. സോ ഇതുകൊണ്ട് തന്നെ ഇവര് കുറെ എന്താ പറയുക, ഇവർക്കൊരു ഗുഡ് വിൽ ഉണ്ട്. അതായത് ഇവരെ പറ്റി നാട്ടുകാർക്ക് നല്ലൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ സോ അതിന് ഗുഡ് വില്ലാണ്. ഗുഡ് വിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ അത് ആക്ച്വലി ഉണ്ട്. അപ്പൊ അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഫസ്റ്റ് മീനിങ് ഓഫ് ഗുഡ്. എന്താണ് ഗുഡ്? ഓവർ എ പീരിയഡ് ഓഫ് ടൈം, കുറെ കാലം കഴിയുമ്പോൾ ദ ബിസിനസ് ഡെവലപ്പ് എ ഗുഡ് നെയിം ആൻഡ് റെപ്യൂട്ടേഷൻ എന്നിന്റെ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഒരു നല്ല പേരും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനെയാണ്
This helps business earn more extra profit compared to newly business startup. അത് ആൾറെഡി കുറെ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പുതിയ ഒരാളെക്കാളും കുറച്ച് അഡ്വാൻറ്റേജ് ഇല്ലേ? അതെന്താണ്? ആ കസ്റ്റമറുടെ ഇടയിൽ നമ്മളെപ്പറ്റി നല്ല ഇതായിരിക്കും, നല്ല അഭിപ്രായമായിരിക്കും. സോ അതിനാണ് നമ്മൾ ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഇൻ ദ അക്കൗണ്ടിങ് ദ ക്യാപിറ്റലൈസ് വാല്യൂ ഓഫ് എക്സ്ട്രാ പ്രോഫിറ്റ് ഈസ് നോൺ ആസ് ഗുഡ് വിൽ. ഈ ക്യാപിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നത്, ഇപ്പോൾ ഒരു പുതിയ ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഒരിക്കലും അത് കിട്ടില്ല. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗുഡ് വിൽ. ഫോർ എക്സാമ്പിൾ നോക്കണം, എ ഫേം 1200, ഒരു ഫേം എന്ത് ചെയ്യുന്നു 1200. ദ നോർമൽ റേറ്റ് ഓഫ് profit expected to be earned similar firms are 10%. Say at the rate the normal profit of your firm is 700. So goodwill is associated. ഇവിടെ സാധാരണ ഇപ്പൊ പറയാം, നമ്മുടെ ഒരു ടൗൺ ആണെന്ന് വിചാരിക്കും, ഇപ്പൊ നമുക്കൊരു ടെക്സ്റ്റൈൽ ബിസിനസ് ആണ് വിചാരിക്കും. അപ്പോ എല്ലാ ടെക്സ്റ്റൈൽസുകാരും 1000 റുപ്യാണ് ഒരു ദിവസം ഏൺ ചെയ്യുന്നത്, പ്രോഫിറ്റ് കിട്ടുന്നത്. പക്ഷെ നമ്മുടെ ഫേമിൽ അത് 2500 ഒരു ദിവസം തന്നെ നമുക്ക്. അങ്ങനെ വെച്ചാൽ നമ്മുടെ സാധാരണ ഒരു ടെക്സ്റ്റൈൽ ബിസിനസ്സിന് എത്ര റിട്ടേൺ കിട്ടുള്ളൂ? നമുക്ക് ഇവിടെ എത്ര? 2500. അപ്പൊ ഇത് തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലോ. ഈ 1500 നമ്മുടെ ഗുഡ് എന്ന് പറയുന്നത്. മനസ്സിലാവും? ഇവിടെ നോക്കിക്കോ, എക്സസ് പ്രോഫിറ്റ്, അതായത് നമ്മുടെ സെയിം അതേപോലുള്ള കോമ്പറ്റീറ്റർ അല്ലെങ്കിൽ നമ്മുടെ സെയിം ബിസിനസ് ചെയ്യുന്ന ആളിനേക്കാൾ അവരെക്കാൾ എത്ര പ്രോഫിറ്റ് അധികം കിട്ടുന്നത്, അതാണ് നമ്മുടെ ഗുഡ് വില്ലായിട്ട് കണക്ക്. ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ പേരാണ്. നമുക്ക് ഓട്ടോമാറ്റിക്കലി പേരുണ്ടാകുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് വരും. അപ്പോൾ ഗുഡ് വില്ല് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെക്കാൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടില്ല. അപ്പൊ അങ്ങനെ ആ പ്രോഫിറ്റ് എത്രയാണ് അധികം കിട്ടുന്നത്, ഇതിനാണ് നമ്മൾ പറയുന്നത് ഗുഡ് വിൽ. ഇപ്പൊ നോക്കിക്കോ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ 1200 രൂപ കിട്ടുന്നു നമുക്ക് പ്രോഫിറ്റ് ആയി. പക്ഷെ ഇതേ ബിസിനസ് ചെയ്യുന്ന വേറൊരാൾക്ക് വെറും എത്ര കിട്ടുന്നുള്ളൂ? 700 രൂപ കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ അധികം എത്ര പ്രോഫിറ്റ് കിട്ടി? 500 രൂപ. 500 രൂപ പ്രോഫിറ്റ് കിട്ടി. സാധാരണ 500 രൂപ പ്രോഫിറ്റ് ആണ്. ഈ 500 എന്ന് പറയുന്നത് 10% ഓഫ് ക്യാപിറ്റൽ ആണ്. സാധാരണ ഇതിന്റെ ഒരു നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 10% ആണെന്ന് വിചാരിച്ചു. അങ്ങനെ വെച്ചാൽ ആ 10% ആണ് ഈ 500. അങ്ങനെ വെച്ചാൽ 100% 5000. ഈ 5000 ആണ് അപ്പം ഗുഡ് വിൽ. കുറേ കാര്യങ്ങൾ അച്ഛൻ മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, സോ ഒന്നുകൂടെ നോക്കിക്കോ. ഫസ്റ്റ് വൺ, ഗുഡ് വിൽ. ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താ? 500 ഷെയർസ്. 500 ഷെയർസ് അല്ല, ഇപ്പൊ നമുക്കവിടെ ഒരു ഫേം ഉണ്ട്, ഒരു ഇൻഡസ്ട്രി ഉണ്ടെന്ന് വിചാരിച്ചു, ഏതോ ഇൻഡസ്ട്രി. അതിന്റെ സാധാരണ റിട്ടേൺ എന്ന് പറയുന്നത് 10% ആണ്. 10% എന്ന് പറഞ്ഞാൽ ആ ബിസിനസ്സിന് നമ്മൾ ഒരു 100 രൂപ ചെലവാക്കി കഴിഞ്ഞാൽ നമുക്ക് 10 രൂപ കിട്ടും. അതാണ് അതിന്റെ സാധാരണ റേറ്റ്. അപ്പൊ നമ്മളുടെ അതേ ഒരു ബിസിനസ് ചെയ്ത് വേറൊരാളുണ്ട്, അവർക്ക് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 1200, അവർക്ക് കിട്ടിയത് 700. ഇതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ എത്രയാണ് സാധാരണ നമുക്ക് ഇതിൽ പ്രോഫിറ്റ് ഉണ്ട്? 10%. സോ അവരെക്കാൾ 500 രൂപ എനിക്ക് അധികം കിട്ടും. അപ്പൊ ഈ 500 രൂപ എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലെ? ഈ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ആ ക്യാപിറ്റലിന്റെ 10% അല്ലെങ്കിൽ 500 അധികം കിട്ടും. അതായത് ഇതിന് നേരെ റിവേഴ്സ് ഇല്ല. നമ്മൾ 10% കാണാൻ വേണ്ടി 10/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പക്ഷേ നമ്മൾ ഈ 500നെ 100% ആക്കാൻ വേണ്ടി 100/10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 500. അപ്പൊ 500 രൂപ അല്ല 5000 രൂപ ക്യാപിറ്റൽ നമ്മൾ അഡീഷണലി ഉപയോഗിച്ചിട്ടാണ് ഈ 500 രൂപ ഉണ്ടാക്കിയത്. അതായത് നമ്മുടെ ഈ ഗുഡ് വില്ലിന്റെ വാല്യൂ ആണ് എത്ര? 5000 പറയുന്നത്. മനസ്സിലായോ? ഇനി ഇൻ അതർ വേർഡ്സ്, ഗുഡ് വിൽ എന്താണ്? വാല്യൂസ് റെപ്യൂട്ടേഷൻ ഓഫ് ഹേവിംഗ് റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ഇൻ ദ ഫ്യൂച്ചർ ഓർ എബോവ് ദ നോർമൽ പ്രോഫിറ്റ്. ഇപ്പൊ സപ്പോസ് നമ്മളൊരു ബിസിനസ് നമ്മുടെ ആ നാട്ടില് നോർമൽ പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അതിന് ആക്ച്വലി എന്തില്ല? ഗുഡ് വിൽ ഇല്ല. എല്ലാവർക്കും കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആക്ച്വലി അതിന് ഗുഡ് വിൽ ഉണ്ടെന്ന് പറയാൻ പറ്റും. ഈ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ് വിൽ എന്തൊക്കെയാണ് ഗുഡ് വില്ലിന്? ഒന്ന് പറയുന്നത് ലൊക്കേഷൻ. സോ നോക്കടാ, അപ്പോൾ എറണാകുളത്ത് നല്ലൊരു ഒരു ഇതിൽ നമ്മൾ നല്ലൊരു ബിസിനസ് നടത്തും. നമ്മൾ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കും ആണെങ്കിൽ അതൊരു എന്താ ലൊക്കേഷൻ, നല്ല ലൊക്കേഷൻ കിട്ടാൻ വരില്ല. അത് നേച്ചർ ഓഫ് ബിസിനസ് ചിലപ്പോൾ യുണീക്ക് വണ്ണായിരിക്കും, അങ്ങനത്തെ ഒന്നും വേറെ എവിടെ ഉണ്ടാവില്ല. സോ അങ്ങനെയാണെങ്കിൽ അത് ഉണ്ടായിരുന്നു പറഞ്ഞു. എഫിഷ്യന്റ് മാനേജ്മെന്റ് ഭയങ്കര സ്ട്രോങ് ആണ്. മാനേജ്മെന്റ് നല്ല എന്താ പറയാ, ഫുൾ ടൈം ചില്ലാണ് അല്ലെങ്കിൽ ഫുൾ ടൈം സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും
അത് ആ ഒരു ബിസിനസിന്റെ അഡ്വാൻറ്റേജ് ആണ്. ആ ബിസിനസിന് എന്ത് ഉണ്ടാക്കും, ആ ഭാവിയിൽ ഫ്യൂച്ചറിൽ ഗ്രോത്ത് ഉണ്ടാവും. ക്വാളിറ്റി, ചിലവർക്ക് നല്ല ക്വാളിറ്റി ആയിരിക്കും ചില പ്രൊഡക്റ്റ്, അതും എന്ത് ചെയ്യും, ആളുകളുടെ ഇടയിൽ ഒരു നല്ല ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അത് പിന്നെ മാർക്കറ്റ് സിറ്റുവേഷൻ, മാർക്കറ്റ് നോക്കിയിട്ട് ചിലപ്പോൾ ചിലർക്ക് ഇതുണ്ടാവും. ഇപ്പോൾ മോണോപോളി, ചിലപ്പോൾ മോണോപോളി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ റെയിൽവേ പറഞ്ഞ ഒറ്റ ആളുള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. വേറെ പകരക്കാരൻ വേറെ ആരെങ്കിലും ഉണ്ടടാ? ഇല്ല. മോണോപോളിയാണ്. അപ്പോൾ ആ മോണോപോളി കാരണം അവിടെ ഫുൾ ബിസിനസ്, അവിടെ ആര് ട്രെയിൻ പോകണമെങ്കിലും ആർക്ക് പൈസ കിട്ടും, ഇന്ത്യൻ റെയിൽവേക്ക് കിട്ടും. മനസ്സിലായോ? അവിടെ അപ്പോൾ ഒരു എന്താ പറയാ, അതൊരു കൂടുതൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റില്ല. സോ അതിന് നമ്മൾ എന്തായിട്ട് അതുപോലെ സ്പെഷ്യൽ അഡ്വാൻറ്റേജസ്, ഇപ്പോൾ അഡാനി കുടുംബം, ഗവൺമെന്റ് ആയിട്ടുള്ള ടൈപ്പ്, അതൊക്കെ ഒന്നുകൂടെ അവർക്ക് സ്പെഷ്യൽ അഡ്വാൻറ്റേജ് നോക്കുമ്പോൾ അവർ കൂടുതൽ വളരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. മറ്റുള്ളവരെക്കാളും മുൻപന്തിയിൽ പോകാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അതൊക്കെയാണ് സ്പെഷ്യൽ. ഇനി മെത്തേഡ് ഓഫ് വാലുവേഷൻ ഓഫ് ഗുഡ് വിൽ. ഇപ്പൊ ഗുഡ് വിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. എന്താ, മറ്റുള്ള ബിസിനസ്, ഇപ്പോൾ ഒരു സെയിം ബിസിനസ്സുകൾ എടുക്കുമ്പോൾ മറ്റുള്ള ബിസിനസ്സിനേക്കാളും നമുക്കൊരു മുൻഗണന ഉണ്ട്, നമ്മൾ അതിനെ ഗുഡ് വിൽ എന്ന് പറയും. ഓക്കെ, സോ നോക്കണം, 3 മെത്തേഡ്സ് ആണുള്ളത് ഗുഡ് വില്ലാണ്. ഫസ്റ്റ് വന്ന് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. അതായത് ഗുഡ് വില്ല് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞു അക്കൗണ്ട്സിൽ എല്ലാം ഇൻ ടേംസ് ഓഫ് മണിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഗുഡ് വില്ലും നമ്മൾ എങ്ങനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം, ഇൻ ടേംസ് ഓഫ് മണി. അപ്പോൾ എങ്ങനെ നോക്കുന്നത്, മെത്തേഡ്സ് ഓഫ് വാലുവേഷൻ ഓഫ് ഗുഡ് വിൽ. ഫസ്റ്റ് വൺ ആണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. 3 മെത്തേഡ്സ് ഉണ്ട്. 3 മെത്തേഡ് നമുക്ക് പഠിക്കാനാണ്. ഫസ്റ്റ് വൺ ഗുഡ് വിൽ ആണ്. ഫസ്റ്റ് വൺ നോക്കാം, സിമ്പിൾ ആവറേജ് മെത്തേഡ്. എങ്ങനെയാണ് നോക്കിക്കോ. Use under this method. ഈ മെത്തേഡിൽ the average profit of a certain given in the years calculated. ആവറേജ് എത്ര ഒരു പ്രോഫിറ്റ് കിട്ടുന്നത്, ഇങ്ങനത്തെ ഒരു ബിസിനസ്സിന് എത്ര കിട്ടുന്നത് കാൽക്കുലേറ്റ് ചെയ്യും. The value of goodwill is calculated at an agreed number of years purchase of an average profit. This goodwill is calculated. Value of goodwill കാണാൻ ഇക്വേഷൻ നോക്കിക്കോ. സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ആവറേജ് പ്രോഫിറ്റ് ഇയേഴ്സ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓൺ പർച്ചേസ്. എത്ര വർഷമാണ് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, ആവറേജ് പ്രോഫിറ്റ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ആവറേജ് എന്ന് പറയുന്നത് 2-3 വർഷത്തെ ഒരു ശരാശരി പ്രോഫിറ്റ് എത്രയാണ് കണ്ടത്, എന്നിട്ട് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്, ദ ഇക്വേഷൻ. ഫോർ എക്സാമ്പിൾ നോക്കിയത്, ആവറേജ് പ്രോഫിറ്റ് ഓഫ് എ ഫേം സേ 3 ഇയേഴ്സ് 25,000. 3 വർഷത്തിന്റെ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 25,000 ആണ് വിചാരിക്കും. ആൻഡ് ദ ഗുഡ് വിൽ ആൾസോ കാൽക്കുലേറ്റഡ് ഫോർ ദ 2 ഇയേഴ്സ്. ഗുഡ് വില്ല് നമ്മൾ 2 വർഷത്തേക്കാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2 വർഷമായി ബിസിനസ് തുടങ്ങിയിട്ടെന്ന് വിചാരിക്കും. ഓക്കെ, പർച്ചേസ് ഓഫ് ദ ആവറേജ്, ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ എന്ന് പറയുന്നത് പിന്നെ 50,000 ആയിരിക്കും. കാരണം ആവറേജ് പ്രോഫിറ്റ് എത്ര, എത്ര 25,000. നമുക്ക് 2 വർഷത്തേക്കാണ് നമ്മൾ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 50,000 ആയിരിക്കും ഗുഡ് വില്ല് ഉണ്ടാവും. ഇനി ഇല്ലുസ്ട്രേഷൻ, അതാണ് ആവറേജ്, സിമ്പിൾ ആവറേജ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ നോക്കിക്കോ, ഇല്ലുസ്ട്രേഷൻ 4 നോക്കി ഒന്നുകൂടെ മനസ്സിലാവും. ദ പ്രോഫിറ്റ് ഓഫ് ദ ലാസ്റ്റ് 5 ഇയേഴ്സ് ഓഫ് എ ഫേം ആസ് ഫോളോവേഴ്സ്. 2001, 2002, 2003 ഒക്കെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്, 2005 വരെ. Calculate the year goodwill of the firm on the basis of 3 years purchases of 5 years average profit. 3 വർഷത്തേക്കുള്ള എന്ത് കാണണം, നമ്മൾ പ്രോഫിറ്റ് കാണണം. ഓക്കെ, അല്ലെങ്കിൽ ഗുഡ് വില്ല് കാണണം. എങ്ങനെ ആവറേജ് കാണാം? ആവറേജ് കാണാൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ്, സം ഓഫ് ദ നമ്പേഴ്സ് എല്ലാം ഡിവൈഡഡ് ബൈ എന്നിട്ട് നമ്പർ ഓഫ് ടേംസ്. ഇതാണ് ആവറേജ് ആണ് ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ 5 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ എന്താ ചെയ്യാൻ നോക്കിയപ്പോൾ ഈ ഫുൾ എമൗണ്ട് 2001 1,20,000 പ്രോഫിറ്റ്, 2002 1,50,000 പ്രോഫിറ്റ്, 2003 1,70,000 പ്രോഫിറ്റ്, 2004 1,90,000 പ്രോഫിറ്റ്, 2005 2 ലക്ഷം പ്രോഫിറ്റ്. അങ്ങനെ ടോട്ടൽ 8,30,000 പ്രോഫിറ്റ്. മനസ്സിലായോ? ഈ 8,30,000 എന്ന് പറയുന്നത് എത്ര വർഷത്തിൽ കിട്ടിയതാണ് നമുക്ക്? 5 വർഷത്തിൽ. ഈ 8,30,000 എന്നിട്ട് ഈ 5 വർഷം കിട്ടിയ പ്രോഫിറ്റ് ഒക്കെ പാടെ കൂട്ടും. എങ്ങനെ ആവറേജ് ആണ്, ഡിവൈഡഡ് ബൈ 5. 5 വർഷം 8,30,000 കിട്ടിയ ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു വർഷത്തിൽ ആവറേജ് എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. 1,66,000 കിട്ടുന്നുണ്ട്. നമ്മളോട് ഗുഡ് വില്ല് എത്ര ഇതിലോട്ട് കാണാൻ പറഞ്ഞത്? 3 വർഷത്തിൽ. അപ്പൊ ആവറേജ് പ്രോഫിറ്റ് കണ്ടു ഇൻറ്റു എത്ര വർഷത്തിലോട്ട് ഗുഡ് വില്ല് എന്നാണ്, നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഇത് എത്ര വർഷം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ അത് ഇൻറ്റു 3. അപ്പൊ എത്രയായിരിക്കും ഗുഡ് വില്ല്? 4,98,000. ഇതാണ് എന്ത് ഗുഡ് വില്ല്. മനസ്സിലാവുന്നുണ്ടോ?
ഇനി അതാണ് ഫസ്റ്റ് മെത്തേഡ്. അത് നിങ്ങൾക്ക് മനസ്സിലായത് ആവറേജ് കാണും. എത്ര ഇയേഴ്സ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ആവറേജ് കാണും. എന്നിട്ട് എത്ര ഇയേഴ്സിനാണോ കാണാൻ പറഞ്ഞാൽ അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അടുത്താണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. എന്താ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് നോക്കിയിട്ട് ഇൻ എക്സസ് ആക്ച്വൽ പ്രോഫിറ്റ് ഓവർ ദ നോർമൽ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ എത്രയാണോ ഒരു ബിസിനസ്സിന് പ്രോഫിറ്റ് കിട്ടുന്നത് അതിനേക്കാൾ കൂടുതൽ എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ അതിന് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഗുഡ്വില്ല് നോക്കിക്കോ. ഇഫ് എ ന്യൂ ബിസിനസ് earning certain percentage of capital employed is called normal profit. സപ്പോസ് നമ്മുടെ സാധാരണ എത്രയാണോ നമ്മുടെ ആ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത് അത് കണ്ടക്ട് ചെയ്യുന്നവർക്കൊക്കെ എത്രയാണോ എത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് കിട്ടുന്നത് അതിനെയാണ് നമ്മൾ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. The value of goodwill calculated agreed number of years purchased by multiplying super profit by certain number of years. നോക്കിക്കോ എങ്ങനെയാണ് കാണുന്നത്. ഫസ്റ്റ് നോർമൽ പ്രോഫിറ്റ് അതെങ്ങനെ കാണാം. നോർമൽ പ്രോഫിറ്റ് ആദ്യമാണ്, അതായത് ആ ബിസിനസിന്റെ സാധാരണ ഇങ്ങനെ പ്രോഫിറ്റ് അതിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് ഫോർ എക്സാമ്പിൾ നോക്കണം ക്യാപിറ്റൽ, അതായത് സപ്പോസ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഉണ്ട്, ഏതൊരു ബിസിനസ് ഇപ്പോൾ ടെസ്റ്റിൽ 10% ആണ് റിട്ടേൺ ഉണ്ടെങ്കിൽ നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കാണാം. ഇപ്പോൾ 1,00,000 നമ്മളെ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആ 1,00,000 ഇൻറ്റു നോർമൽ റേറ്റ് ഇവിടെ എത്ര 10%, അപ്പോൾ 10/100 നമുക്ക് കിട്ടും എത്ര 10,000 കിട്ടും. അതായത് ഇതിനർത്ഥം എന്താ, 1,00,000 നമ്മൾ ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ സാധാരണ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും 10,000. ഇനി ആക്ച്വൽ പ്രോഫിറ്റ്, ദീസ് ആർ ദ പ്രോഫിറ്റ് ഏൺഡ് ഡ്യൂറിങ് ദെയർ ഓർ ഇറ്റ് ഈസ് ഓൾസോ ടേക്കൺ ദ ആവറേജ് ഓഫ് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. ഒന്നല്ലെങ്കിൽ ഈ ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്നെന്ന് പറയുന്നത് ആക്ച്വൽ ആയിട്ട് എത്രയാണ് പ്രോഫിറ്റ് കിട്ടും നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അല്ലെങ്കിൽ ആവറേജ് ഓഫ് ലാസ്റ്റ് ഉള്ള കുറച്ച് വർഷങ്ങളുടെ പ്രോഫിറ്റിന്റെ ആവറേജ്. എന്നിട്ട് സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെയാണ്? സൂപ്പർ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ആക്ച്വൽ പ്രോഫിറ്റ് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എത്ര, എന്നിട്ട് ഈ മൈനസ് നോർമൽ പ്രോഫിറ്റ്. സാധാരണ മറ്റുള്ള ബിസിനസ്സിന് എങ്ങനെയാണ് അതെങ്ങനെ കാണുക? നോർമൽ പ്രോഫിറ്റ് കാണുന്ന ഇക്വേഷൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു എത്ര ക്യാപിറ്റൽ ഉപയോഗിച്ചത് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. കാരണം നോർമൽ റേറ്റ് ഓരോ ബിസിനസ്സിന് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് എത്ര അറിയാം, ആ ബിസിനസ് നടത്തുന്നവർക്കേ അറിയുള്ളൂ. ഓക്കെ, സോ നമുക്ക് എന്തുണ്ടാവും അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, നമ്മൾ ബേസ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ എ ഫേം പ്രോഫിറ്റ് ഓഫ് 65,000. ഒരു ഫേം എന്ത് ചെയ്യുന്നത് 65,000 പ്രോഫിറ്റ് ചെയ്യുന്നു. ഓൺ എ ക്യാപിറ്റൽ ഓഫ് 4,80,000. അതായത് 4,80,000 ഉപയോഗിച്ചിട്ട് 65,000 രൂപ എന്ത് ചെയ്യുന്നുണ്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു. ആൻഡ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈ സിമിലർ ബിസിനസ് ഈസ് 10%. 10% ആണ് എന്ത് ചെയ്യുന്നത് സാധാരണ ആ ബിസിനസ് നടത്തുന്നവർക്ക് കിട്ടുന്നത് പ്രോഫിറ്റ്. അതായത് 100 രൂപ ഇറക്കി കഴിഞ്ഞാൽ 10% നമുക്ക് പ്രോഫിറ്റ്. The normal profit is 48%. ഓക്കെ, അതായത് 4,80,000 ആണെന്നുണ്ടെങ്കിൽ നോർമൽ പ്രോഫിറ്റ് അതിന്റെ 10% എത്രയായിരിക്കും 48,000 ആയിരിക്കും. ആക്ച്വൽ പ്രോഫിറ്റ് എത്ര 65,000. പക്ഷെ നമുക്ക് കിട്ടിയതോ നമുക്ക് ഗുഡ്വിൽ നമ്മളൊന്നുകൂടെ മുൻഗണനയിൽ നിൽക്കുന്ന മറ്റുള്ള സമയത്ത്. സോ സൂപ്പർ പ്രോഫിറ്റ് എത്രയായിരിക്കും? ആക്ച്വൽ പ്രോഫിറ്റ് 65,000 കിട്ടി മൈനസ് നോർമൽ പ്രോഫിറ്റ് ക്യാപിറ്റലിന്റെ 10%. അപ്പൊ ക്യാപിറ്റലിന്റെ 10% എത്ര 48,000. അതായത് 17,000 രൂപ മറ്റുള്ളവരെക്കാൾ നമുക്ക് അധികം പ്രോഫിറ്റ് കിട്ടും. അപ്പൊ ഈ 17,000 രൂപ അധികം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് ദ ഗുഡ്വിൽ ഈസ് കാൽക്കുലേറ്റഡ് ഫോർ 3 years. 3 വർഷത്തിനാണ്. അപ്പൊ 3 വർഷം ഈ 17,000 സൂപ്പർ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ കാണും. അങ്ങനെ വെച്ചാൽ അവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗുഡ്വിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്ഡ് മുമ്പ് ചെയ്തില്ല അതേപോലെ പഠിക്കും ആ ഇയർ തന്നിട്ടുണ്ടാവും. അതൊക്കെ നമ്മുടെ ബിസിനസ്സിന് കൂടുതൽ അറിയുന്നവർക്ക് എങ്ങനെയാണ് എത്ര ഇയേഴ്സ് എടുക്കുന്നതൊക്കെ ഇവിടെ ഇൻറ്റു 3 എഴുതുന്നു. അപ്പോൾ 51,000. ഇതാണ് നമ്മുടെ എന്ത് ഗുഡ്വിൽ. ഇങ്ങനെയും നമുക്ക് ഗുഡ്വിൽ കാണാം. ഇത് വേറൊരു മെത്തേഡാണ് കേട്ടോ. ഗുഡ്വിൽ നമുക്ക് ആക്ച്വലി കറക്റ്റ് ആയിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഓരോ മെത്തേഡ്സ് ഉപയോഗിക്കാൻ മാത്രം. ഏത് മെത്തേഡ് ഉപയോഗിക്കണം നമ്മൾ തീരുമാനിക്കും പാർട്ട്ണർഷിപ്പ്. അടുത്താണ് വെയ്റ്റഡ് ആവറേജ്. വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് മൂന്നാമത്തെ മെത്തേഡ് to calculate the goodwill. This method modified the version of average profit method. നമ്മൾ ആദ്യത്തെ കണ്ടില്ലേ, ആദ്യൊരു മെത്തേഡ് ആണ്, അതിന്റെ ഒന്നുകൂടെ മോഡിഫൈഡ് വേർഷൻ ആണ് വെയ്റ്റഡ് ആവറേജ്. In method, each year profit is assigned weight of 1, 2, 3, 4 etc. നമ്മൾ ഓരോ വർഷത്തിന്റെയും പ്രോഫിറ്റിന് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെയിറ്റ് കൊടുക്കും.
Thereafter, each year profit is multiplied by weight. ഓരോ ഇയറിനെയും നമ്മൾ എത്രയാണോ നമ്മൾ വെയിറ്റ് കൊടുത്തത് അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഫൈൻഡ് ദ പ്രൊഡക്റ്റ്. ഇത് നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് കാണും. സോ ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ്. ടോട്ടൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? എന്നിട്ട് കിട്ടുന്ന ആ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ് എത്രയാണ് ഈ നമ്പേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ മനസ്സിലാവും. ആസ് എ റിസൾട്ട് വി ഫൈൻഡ് ദ വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ്. സാധാരണ നമ്മൾ സിമ്പിൾ ആവറേജ് നേരത്തെ കണ്ടത്. സിമ്പിൾ ആവറേജ് എങ്ങനെയുണ്ട്? എത്ര എല്ലാ ഇയറിലും പ്രോഫിറ്റ് ആഡ് ചെയ്യുക, എന്നിട്ട് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എത്ര ഇയർ ഉണ്ടോ അതായിട്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയല്ല നമ്മൾ ആവറേജ് കാണും. ഇവിടെ വെയിറ്റഡ് ആവറേജ് ആണ് മാത്രം. ഓക്കെ, ടോട്ടൽ പ്രൊഡക്റ്റ് ഓഫ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ്. എന്നിട്ട് എത്ര വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ്. അപ്പൊ ഇതിന് എന്ത് മാത്രമേ ഇവിടെ ആവറേജ് പ്രോഫിറ്റ് പകരം വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് ആയി നോക്കും. പിന്നെ ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്. പിന്നെ ഇങ്ങനെ വാല്യൂ ഓഫ് ഗുഡ് വിൽ ആണ് വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എത്രയാണോ തന്നിട്ടുള്ളത് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഈ വിശേഷം പ്രോഫിറ്റ് ഫ്രോം പാസ്റ്റ് ഇയേഴ്സ് ഇതാണ്. ഒരു 5 വർഷത്തെ പ്രോഫിറ്റ് വന്നിട്ട് 2021 മുതൽ 2026 വരെ. എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് നമ്മൾ ആവറേജിൽ ചെയ്തത്. അല്ല, ആവറേജിൽ പറയുന്നത്. എന്നിട്ട് നമ്മൾ നോക്കണം, ഇതിനൊരു വെയിറ്റ് കൊടുക്കുന്നു. ഫസ്റ്റത്തെ 2002 ഞാൻ ഒന്നാണ് വെയിറ്റ് കൊടുക്കുന്നത്. 2003 2, ഇതിൽ 4, ഇതിൽ 4, പിന്നെ 5 വെയിറ്റ് കൊടുക്കും. ഇനി എന്താ കണ്ടത്? അപ്പൊ ഇതാണ് നമ്മളെ പ്രോഫിറ്റ്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതും. എല്ലാത്തിനും സെയിം പ്രൊസീജിയർ ആട്ടോ. അപ്പൊ പ്രൊസീജിയറാണ് വെച്ചത്. ഫസ്റ്റ് ഇയേഴ്സ് എഴുതുന്നു, ഇയേഴ്സും അതിന്റെ പ്രോഫിറ്റ് നേരെ എഴുതുന്നു. പിന്നെ വെയിറ്റ് ചെറിയ വർഷത്തുനിന്ന് 1, 2, 3, 4, 5 ജസ്റ്റ് ആണ് കൊടുക്കുക. വെയിറ്റ് ഇങ്ങനെ തന്നെ വെയിറ്റ് കൊടുക്കും. ഒക്കെ വെയിറ്റ് കൊടുക്കും. എന്നിട്ട് അത് ഇൻറ്റു ചെയ്യുക ഓരോന്നും. 80,000 ഇൻറ്റു 1 എത്ര? 80,000. 85,000 ഇൻറ്റു 2 എത്ര? 1,70,000. 90,000 ഇൻറ്റു 3 എത്ര? 2,70,000. 1 ലക്ഷം ഇൻറ്റു എത്ര? 1 lakh എത്ര വരും? 4 ലക്ഷം. പിന്നെ 1,10,000 ഇൻറ്റു 5 5,50,000. ഇങ്ങനെ എല്ലാത്തിൻ്റെയും എന്ത് കാണും? വെയിറ്റ് കാണും. എന്നിട്ട് അതെല്ലാം പാടെ ആഡ് ചെയ്യാം. വെയിറ്റ് എല്ലാം പാടെ ആഡ് ചെയ്തപ്പോൾ എത്ര വന്നു? 1, 2, 3, 4, 5 അങ്ങനെ കൊടുത്താൽ മതി. 15 വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? പ്രൊഡക്ട്സ് എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ 14,70,000 ആണ്. എന്നിട്ട് ഇത് രണ്ടും ഡിവൈഡ് ചെയ്യാം. അത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. എത്ര? 98,000. അപ്പൊ ആവറേജ് കിട്ടി, വെയിറ്റഡ് ആവറേജ് കിട്ടി. അപ്പൊ വെയിറ്റഡ് ആവറേജ് ഇങ്ങനെയാണ്. എന്നിട്ട് കാൽക്കുലേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് 2 ഇയേഴ്സ്. എത്ര ഇയേഴ്സിന്റെ പർച്ചേസിനാണ് നമ്മളോട് ഗുഡ് വില്ലാണ് പറഞ്ഞത്? 2 വർഷം. അപ്പൊ ഈ 98,000 എന്ന് പറയുന്നത് നമുക്ക് 1 വർഷത്തിന്റെ ആവറേജ് പ്രോഫിറ്റ്. അപ്പൊ ഇത് 2 വർഷത്തേക്കാണ് ഇത് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? 1,96,000. അതാണ് ആവറേജ്. മനസ്സിലായോ? എ ഫേം ഏൺഡ് ദ ഫോളോയിങ് പ്രോഫിറ്റ്സ് ഓഫ് 4 വർഷത്തിലെ ഇത് തന്നിട്ടുണ്ട്. വേറൊരു ക്വസ്റ്റ്യൻ ആണ്. 4 വർഷത്തെ ഇൻവെസ്റ്റേഷൻ 4 വർഷത്തിൽ തന്നിട്ടുണ്ട് നമുക്ക് പ്രോഫിറ്റ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻ ദ ഫേം 10 ലക്ഷം. 10 ലക്ഷമാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ദ നോർമൽ റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഈസ് 10%. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ് വില്ല് ഓൺ ദ ബേസിസ് ഓഫ് 4 ഇയേഴ്സ് പർച്ചേസ്ഡ് സൂപ്പർ പ്രോഫിറ്റ് വെച്ചിട്ട് കാണും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആക്ച്വലി എത്രയാണ് കിട്ടുന്നത്? 10%. അപ്പൊ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്ര? 10 ലക്ഷം. അപ്പൊ നമുക്ക് ശരിക്കും നോർമലി നമുക്ക് എത്ര കിട്ടുക? 10 ലക്ഷത്തിന്റെ 10%. 10 ലക്ഷത്തിന്റെ 10% എന്ന് പറയുന്നത് 1 ലക്ഷമാണ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. അല്ലേ? ആണല്ലോ സാധാരണ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ആണ്. എങ്ങനെ കാണാം? ഈ 4 വർഷത്തെയും പ്രോഫിറ്റ് എല്ലാം പാടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 5,50,000 കിട്ടി എല്ലാം. എന്നിട്ട് എന്തുമായിട്ട് ഡിവൈഡ് ചെയ്യാം? ഡിവൈഡഡ് ബൈ ആവറേജ് കാണാൻ അറിയില്ലേ? നമ്മൾ ഫസ്റ്റ് ഇൻവെസ്റ്റേഷൻ ചെയ്ത പോലെ ടോട്ടൽ പ്രോഫിറ്റ് എത്ര വർഷത്തെ 4 വർഷം ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ 4 വർഷത്തെ പ്രോഫിറ്റ് ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 4 ചെയ്യുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര ഒരു വർഷത്തിലെ ആവറേജ് പ്രോഫിറ്റ്? 1,37,000. അപ്പൊ നോക്കണം. പക്ഷേ സാധാരണ 10 ലക്ഷം ക്യാപിറ്റൽ ഉപയോഗിച്ചാൽ 10% പ്രോഫിറ്റ് കിട്ടാറ്. അതായത് 10 ലക്ഷത്തിന്റെ 10% എന്ന് പറയുന്നത് 1 ലക്ഷം. അതായത് സാധാരണ ആൾക്കാർക്ക് എത്ര കിട്ടാറ്? 10 ലക്ഷം ഉപയോഗിച്ചാൽ 1 ലക്ഷം പ്രോഫിറ്റ് കിട്ടും. പക്ഷെ നമുക്ക് എത്ര കിട്ടി? 1,37,000 കിട്ടി. അപ്പൊ നമുക്ക് അവിടെ കൂടുതൽ ഒരു ഇതില്ലേ? അപ്പൊ അത് കണ്ട് മൈനസ് ചെയ്യും. 1,37,000 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പർ പ്രോഫിറ്റിൽ എങ്ങനെ കാണാം? ഇങ്ങനെയാണ് ആക്ച്വൽ പ്രോഫിറ്റ്. ഇവിടെ ആക്ച്വൽ പ്രോഫിറ്റ് എത്ര? 1,00,000. അല്ലെങ്കിൽ ആവറേജ്, അല്ലെങ്കിൽ ആക്ച്വൽ എടുക്കും, അല്ലെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് ഓഫ് ദി ഫ്യൂ ഇയേഴ്സ്, അല്ലെങ്കിൽ ആവറേജ് കാണും. എന്നിട്ടോ മൈനസ് എത്ര?
നമ്മുടെ നോർമൽ പ്രോഫിറ്റ് എങ്ങനെയാണ്, എത്ര പെർസെൻറ്റേജ് ആണോ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അത് വെച്ചിട്ട് നോർമൽ പ്രോഫിറ്റ്, അത് തമ്മിൽ ഡിഫറൻസ് ആണ് സൂപ്പർ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റ് ഈ സൂപ്പർ പ്രോഫിറ്റ് എത്ര വർഷത്തേക്കാണ് കാണാൻ പറഞ്ഞത്, 4 വർഷത്തേക്ക്. ഇവിടെ 4 വർഷം എന്ന് പറഞ്ഞത് 4 years. അപ്പോൾ 4 വർഷമായിട്ട് എന്ത് ചെയ്യുമ്പോൾ എത്രയാണ് ഇവിടെ 1,50,000 ആണ് നമ്മുടെ മനസ്സിലായോ? അപ്പോൾ ആ ഒരു മെത്തേഡ് കഴിഞ്ഞു. അപ്പോൾ ഏതൊക്കെ മെത്തേഡ് കഴിഞ്ഞിപ്പോൾ, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും ആവറേജ് മെത്തേഡും പറഞ്ഞു. അതിൽ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് കൂടി പറഞ്ഞു. ഈ ലാസ്റ്റ് മെത്തേഡ് ക്യാപിറ്റലൈസേഷൻ. What is capitalization method? In this method, ഈ മെത്തേഡിൽ നമ്മൾ എന്താ പറയുന്നത്, the goodwill is amount of capital saved. എത്ര ക്യാപിറ്റൽ ആണ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത്, അതാണ് ഇവിടെ ഗുഡ്വിൽ ആയിട്ട് കാണുന്നത്. Normally, business invest capital to operate business activities and earn profit. Efficient utilization of capital. If the business earned more profit by investing less amount of capital as compared to other business. Suppose രണ്ട് ബിസിനസ്സുകാർ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരാൾ 1 ലക്ഷം ഏൺ ചെയ്യും, വേറൊരാൾ 20 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടും എത്ര തന്നെ ഏൺ ചെയ്യും, 1 ലക്ഷം. കേട്ടോ, ഒരാൾ 10 ലക്ഷം ഉപയോഗിച്ചിട്ട് 1 ലക്ഷം ഉണ്ടാക്കുന്നു, വേറൊരാൾ 20 ലക്ഷം ഉപയോഗിച്ചിട്ട് 1 ലക്ഷം. രണ്ടാളും ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ആണ്. പക്ഷേ ഇവർ അവരുടെ ക്യാപിറ്റൽ ഡിഫറൻസ് അല്ല, ഒരാളുടെ ക്യാപിറ്റൽ 10 ലക്ഷം, ഒരാളുടെ ക്യാപിറ്റൽ 20 ലക്ഷം. അപ്പോൾ ഈ ക്യാപിറ്റൽ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എന്തായിട്ട് കാണും, ഗുഡ്വില്ല് ആയിട്ട് കാണുന്നത്. അതാണ് ഈ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതെങ്ങനെയാണ് കാണുന്നത്, ഓക്കെ, അതാണ് ആ ക്യാപിറ്റൽ സേവ്ഡ്. കണ്ടോ, ഒരാളുണ്ട് ശരിക്കും 10 ലക്ഷം സേവ് ചെയ്തു, അയാൾ 20 ലക്ഷം കൊണ്ട് 1 ലക്ഷം ഉണ്ടാക്കും. നമ്മളിവിടെ 10 ലക്ഷം കൊണ്ട് 1 ലക്ഷം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേക്കാൾ 10 ലക്ഷം സേവ് ചെയ്തു. ഇനി ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്, ഇതിൽ തന്നെ രണ്ട് മെത്തേഡ്. ഒന്നെന്ന് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഈ ആവറേജ് പ്രോഫിറ്റ് എന്താണെന്നുള്ളതും സൂപ്പർ പ്രോഫിറ്റ് എന്താണെന്നുള്ളതും നമ്മൾ ആൾറെഡി പഠിച്ചത്, ഇതിന് മുമ്പുള്ള രണ്ട് മെത്തേഡ്. So you go capitalization of average profit. In this method, the value of goodwill is assumed the excess of capital value average profit over the actual capital. ഇവിടെ capital employed, എങ്ങനെ capital employed നടത്താം, അതായത് നമ്മുടെ ക്യാപിറ്റൽ എങ്ങനെയാണ്, ടോട്ടൽ അസറ്റ്സ് മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ്, ടോട്ടൽ ലയബിലിറ്റീസ്. മനസ്സിലായോ, ക്യാപിറ്റൽ അല്ലാത്ത എല്ലാ ലയബിലിറ്റീസും കുറച്ച് നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഇനി അതാണ് കാണാൻ ഇക്വേഷൻ പഠിക്കണം, ഇപ്പോൾ തന്നെ പഠിച്ചു. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ് ഔട്ട്സൈഡ് ലയബിലിറ്റി. ഔട്ട്സൈഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഓണർഷിപ്പിന്റെ അല്ലാത്ത ഔട്ട്സൈഡ് ലയബിലിറ്റി. പിന്നെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് പ്രോഫിറ്റ്, പ്രോഫിറ്റിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. ഇനി ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് പ്രോഫിറ്റ് എങ്ങനെയാണ്, ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, അല്ലെങ്കിൽ നോർമൽ റേറ്റ് ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എത്ര ശതമാനമാണോ സാധാരണ കിട്ടാറ് അതിനെയാണ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇപ്പോൾ 10% കിട്ടുക 10 അവിടെ. ഇനി ഗുഡ്വിൽ എങ്ങനെയാണ്, ക്യാപിറ്റലൈസ്ഡ് വാല്യൂ, ഗുഡ്വിൽ ഈക്വൽ ടു എങ്ങനെയാണ്, ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് പ്രോഫിറ്റ്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് പ്രോഫിറ്റ് എന്താ, ഇവിടുന്ന് കിട്ടും, മൈനസ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. അതാണ് ഗുഡ്വിൽ. ഫോർ എക്സാമ്പിൾ ഇല്ലുസ്ട്രേഷൻ 7 നോക്കിക്കോ. A firm earned average profit during the last few years 40,000. ഒരു ഫേം, ഏതൊരു പാർട്ണർഷിപ്പ് ഫേം എന്നാണ് ആ ബിസിനസ് 40,000 രൂപയാണ് എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. ആൻഡ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ സിമിലർ ബിസിനസ് ആണ് 10%. സാധാരണ ഇതിലുള്ള ബിസിനസ്സുകാർക്കൊക്കെ 10% എന്ത് ചെയ്യുന്നത് കിട്ടുന്നത് പ്രോഫിറ്റ്. സോ ടോട്ടൽ അസറ്റ്സ് ആർ 3,60,000. 3,60,000 ഉണ്ട് ബിസിനസ്സിന്. ആൻഡ് ഔട്ട്സൈഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് 50,000. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എത്രയായിരിക്കും, ക്യാപിറ്റൽ ആണ് നമ്മൾ നേരത്തെ ഇക്വേഷൻ പഠിച്ചു, ടോട്ടൽ അസറ്റ് മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റി. അതായത് ഇവിടെ 3,60,000 മൈനസ് 50,000 എത്ര വരും, 3,10,000. ഓക്കെ, ഇതാണ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ 3,10,000. അതാണ് നമ്മുടെ ക്യാപിറ്റൽ ആ ബിസിനസ്സിലുള്ളത്. ഇതിന്റെ 10% അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് ഈ ക്യാപിറ്റലിന്റെ മുകളിലാണ് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് അല്ലേ. ഇനി എന്ത് ചെയ്യണം, ഇപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കിട്ടി. ഇനി അടുത്ത എന്താ കാണേണ്ട ഇക്വേഷൻ, അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കിട്ടി, ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയത് 3,10,000. ഇനി രണ്ടാമത് എന്താ കാണേണ്ട, ഇതിൽ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് പ്രോഫിറ്റ്. അതെങ്ങനെയാണ്,
ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ നമുക്ക് എങ്ങനെ കാണുന്നത്? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് ഇതല്ല, ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ്. ആവറേജ് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് എത്രയാണ്? 40,000. അപ്പോൾ ആ 40,000 ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ പ്രോഫിറ്റ് എത്ര? 10% ആണ് ഈ ഒരു ബിസിനസ്സിന് സാധാരണ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 40,000 ഇൻറ്റു 100 40 ലക്ഷം കിട്ടും. ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ 4 ലക്ഷം കിട്ടും. ആ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 4 ലക്ഷം. അതായത് ഈ 4 ലക്ഷമാണ് സാധാരണ ഈ ശരിക്കും ഈ 40,000 പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവുക? നമുക്ക് ക്യാപിറ്റൽ ആവശ്യമുണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെ എത്ര ക്യാപിറ്റൽ നമ്മൾ ഉപയോഗിക്കുന്നത്? 3,10,000. അപ്പോൾ എന്താണ്? 90,000 രൂപ. ഈ 90,000 ആണ് ഗുഡ്വിൽ. അതിന്റെ ഇക്വേഷൻ നമ്മൾ ലാസ്റ്റ് പഠിച്ചു. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. അല്ല, ലാസ്റ്റ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് പ്രോഫിറ്റ്. അതായത് ഈ രണ്ടാമത്തത് കണ്ടതിന് ഒന്നാമത്തത് കുറയ്ക്കുക. അതാണ് എന്ത്? ഇത് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3. ഇതാണ് ക്യാപിറ്റലൈസ്ഡ്. ഇൻവെസ്റ്റേഷൻ 8 ഇടുന്നത്. ഇൻവെസ്റ്റേഷൻ 8 ഇവിടെ നോക്കടാ. ദ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എ ഫേം 4,60,000. ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് സിംഗിൾ ബിസിനസ് 12%. ഇവിടെ നമ്മുടെ ഒരു ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എത്ര? 4,60,000. ആ സിമിലർ ബിസിനസിന്റെ റിട്ടേൺ എത്ര? 12%. ദ ഫേം ഏൺസ് ദ ഫോളോയിങ്. ലാസ്റ്റ് 4 വർഷമായിട്ട് ഈ ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. 2003 60,000, 2004 70,000, 2005 50,000, 2006 90,000. കാൽക്കുലേറ്റ് ദ ഗുഡ് ക്യാപിറ്റലൈസേഷൻ എസ്റ്റിമേറ്റ്. അപ്പം ആദ്യം എന്ത് ചെയ്യണം? ടോട്ടൽ പ്രോഫിറ്റ് ആണ്. ടോട്ടൽ പ്രോഫിറ്റ് എത്ര? എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ ആവറേജ് പ്രോഫിറ്റ് ആണ്. ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ? എല്ലാ പ്രോഫിറ്റും ആഡ് ചെയ്യും. ആഡ് ചെയ്തപ്പോൾ 3 ലക്ഷം കിട്ടി. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇയേഴ്സ്. ഡിവൈഡ് ചെയ്തപ്പോൾ 4 ഡിവൈഡഡ് ബൈ 4 വർഷത്തേക്ക്. അതായത് ആവറേജ് ഒരു വർഷം ഇവർക്ക് എത്ര കിട്ടും? 75,000 കിട്ടും. ഇനി ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. അപ്പോൾ നമുക്കിപ്പോൾ എത്രയാണ് ആവറേജ് പ്രോഫിറ്റ്? 75,000. ഈ 75,000 നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും. ക്യാപിറ്റലൈസ് ചെയ്യുന്ന ഇക്വേഷൻ എന്തായിരുന്നു? ഇതുണ്ടാവും ഇക്വേഷൻ. എന്താണ്? ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആവറേജ് പ്രോഫിറ്റ് എത്രയാണ് ഇവിടെ? 75,000. നമുക്ക് ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആവറേജ് പ്രോഫിറ്റ് ആണ് ഇൻറ്റു 100 ബൈ 12. 12 ആണ് ഇവിടെ നോർമൽ റേറ്റ്. ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 6,25,000. 6,25,000 കിട്ടിയില്ലേ? ഇനി അപ്പോൾ ഈ 6,25,000 നമ്മുടെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. പക്ഷെ നമ്മൾ ഉപയോഗിച്ച ക്യാപിറ്റൽ എത്ര? വെറും 4,60,000. ശരിക്കും എത്ര ക്യാപിറ്റൽ വേണം അത്രയും ഉണ്ടാക്കണമെന്ന്? 6,25,000. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? 1,60,000 ഉണ്ടോ? അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഗുഡ്വിൽ ആണല്ലോ വീണ്ടും അടുത്ത ഇക്വേഷൻ. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. എത്ര ക്യാപിറ്റലൈസ്ഡ് വാല്യൂ? 6,25,000. ഇപ്പോഴും ക്യാപിറ്റലൈസ്ഡ് വാല്യൂ, അതായത് നമ്മൾ ഈ ഇക്വേഷനിൽ കാണുന്നുണ്ടാവും, അതെപ്പോഴും മറ്റുള്ളതിനേക്കാൾ ആക്ച്വലിനേക്കാൾ കൂടുതലാണ്. അതാണ് ഇപ്പോൾ പ്രോഫിറ്റ്. ഇനി ക്യാപിറ്റലൈസ്ഡ് ഗുഡ്വിൽ കാണുന്നത് ഇതാണ്. 2 മെത്തേഡുകൾ കാണും. അതിൽ ഫസ്റ്റ് വന്നപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്താണ് സൂപ്പർ ക്യാപിറ്റലൈസേഷൻ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഇതിലും സിമ്പിളാണ്. ഇവിടെ ഗുഡ്വിൽ കാണുന്ന ഒറ്റ ഇക്വേഷൻ ആണ്. സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് പ്രോഫിറ്റ്. എത്ര? ഒറ്റ ഇക്വേഷൻ. ആ ഇക്വേഷൻ പഠിക്കാം. ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ്. ഫോർ എക്സാമ്പിൾ ഇല്ലുസ്ട്രേഷൻ 9. എ ഫേം ഏൺ 26,000 കിട്ടുന്നു. ഹാവ് ഇൻവെസ്റ്റഡ് എമൗണ്ട് 2,20,000. 2,20,000 ഇൻവെസ്റ്റ് ചെയ്തിട്ട് 26,000 പ്രോഫിറ്റ് കിട്ടും. ഇൻ ദ സെയിം ബിസിനസ് നോർമൽ റേറ്റ് ഓഫ് ഏണിംഗ് എന്ന് പറയുന്നത് 10%. 10% ഉണ്ടാവും. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്യാപിറ്റലൈസേഷൻ സൂപ്പർ പ്രോഫിറ്റ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സൂപ്പർ പ്രോഫിറ്റ് കാണാം. ഇവിടെ ആക്ച്വൽ പ്രോഫിറ്റ് എത്ര? 26,000. ഇനി നോർമൽ റേറ്റ് ഓഫ് പ്രോഫിറ്റ് എത്ര? ശരിക്കും 2,20,000 നമ്മൾ ക്യാപിറ്റൽ ഉപയോഗിച്ചത്. ഇതിന്റെ 10% നമുക്ക് എന്ത് കിട്ടുക? നോർമൽ ആയിട്ട് കിട്ടും. അങ്ങനെ വെച്ചാൽ 2,20,000 നോർമൽ എന്ന് പറഞ്ഞാൽ എത്ര? 22,000 രൂപ. അപ്പോൾ ഈ 22,000 രൂപയുടെ എന്ത് നോർമലി എല്ലാവർക്കും കിട്ടും. 10% കിട്ടും. അപ്പോൾ ഇവിടെ സൂപ്പർ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റ് കാണാൻ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആക്ച്വൽ പ്രോഫിറ്റും മൈനസ് നോർമൽ. ആക്ച്വൽ ഇവിടെ എത്ര? 26,000 മൈനസ് നോർമൽ 22,000. അപ്പോൾ ഇവിടെ എത്ര പ്രോഫിറ്റ് കിട്ടുന്നത്?
നമുക്ക് കിട്ടുന്നത് 4000. ഓക്കെ, 4000 ആണ് നമ്മുടെ സൂപ്പർ പ്രോഫിറ്റ്. ഇനി നമ്മുടെ ഇക്വേഷൻ ഉപയോഗിക്കുക. എന്താ ഇക്വേഷൻ? ഗുഡ് വില്ല്. ആദ്യം നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് കാണും. അത് മുമ്പ് എങ്ങനെ കണ്ടേ അതങ്ങനെ തന്നെ ഇവിടെ സൂപ്പർ പ്രോഫിറ്റ് ആണ്. അപ്പൊ സൂപ്പർ പ്രോഫിറ്റ് എത്ര? 4000. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ എന്താ? ഗുഡ് വില്ലാണ് നമ്മുടെ ഇക്വേഷൻ. ഗുഡ് വില്ല് ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ്. അപ്പൊ 4000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 10 എത്ര വരും? 40. ദെൻ നമ്മുടെ 40,000 ആണ് എന്ത്? നമ്മുടെ ഗുഡ് വില്ല്. സോ ഇങ്ങനെയാണ് നമ്മൾ ഇന്ന് ഗുഡ് വില്ല് കാണുന്നത്. ഓക്കെ, സോ ഇപ്പൊ ഈ ഒരു സെക്ഷനോട് അപ്പൊ ഗുഡ് വില്ല് എങ്ങനെ കാണാൻ മനസ്സിലായല്ലോ. അപ്പൊ അതൊരു സെക്ഷനോടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ഇന്നത്തെ ക്ലാസ് നമ്മൾ കണ്ടെത്തിയാണ്. ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഗുഡ് വില്ല് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് ലെങ്തി ആയിട്ടാണ് ആക്ച്വലി. ബാക്കിയുള്ള ഏരിയാസ് നമുക്ക് നെക്സ്റ്റ് കവർ ചെയ്യാനുള്ളത് ഇത്രയും വർഷം. ഓക്കെ, അപ്പോൾ ഇതുവരെ ഉള്ളത് നന്നായിട്ട് പഠിക്കുക. കുറേ ഇക്വേഷൻസ് ഉണ്ട്. പാർട്ണർഷിപ്പ് ഈസ് ലിറ്റിൽ മോർ ഡിഫിക്കൽട്ട് വെൻ യു ആർ കമ്പയർഡ് ടു അതർ. കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക.